പട്നയടക്കമുള്ള നഗരമേഖലകൾ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി പരിപ്പിന് വില കുതിച്ചുവരുന്നത് ബീഹാറിൽ മുന്നണികൾക്ക് തലവേദനയാകുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആരോപണ പ്രത്യാരോപണം തുടരുമ്പോൾ ഉത്സവകാലത്ത് വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് വോട്ടർമാർ. കേന്ദ്ര സർക്കാരിനാണ് പഴി കൂടുതലും. നല്ല ദിനങ്ങൾ വാഗ്ദാനം ചെയ്ത മോദി അത് തരുന്നില്ലെങ്കിലും പഴയ ദിവസങ്ങൾ തിരിച്ചു തന്നാൽ മതിയെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാറും പറയുന്നു. തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച ബീഹാറിൽ പരിപ്പ് തൊട്ടാലാണ് ശരിക്കും പൊള്ളുക. ദാലും റോട്ടിയും പതിവ് ഭക്ഷണമാക്കിയ ബീഹാറുകാർക്ക് പരിപ്പിന്റെ പൊള്ളും വിലയിലുള്ള അമർഷം ചെറുതല്ല. പട്നയിലെ പ്രധാന ചന്തയായ മീഠാപൂരിൽ ഇപ്പോൾ തൂരപ്പരിപ്പിന് കിലോയ്ക്ക് വില 190 രൂപയാണ്. ഉഴുന്നുപരിപ്പിന്റെ വിലയും ദിനം പ്രതി മേൽപോട്ട് തന്നെ. പൂജ, ദീപാവലി തുടങ്ങിയ ഉത്സവങ്ങളുടെ കാലത്ത് ഇടുത്തി പോലെ വന്ന വിലക്കയറ്റത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് സ്ത്രീകളുടെ മുന്നറിയിപ്പ്. 400 रुपए किलो दाल हो गई है, तेल हो गई 150 रुपए किलो। ये बहुत गलत है, ऐसा नहीं होना चाहिए। लालच दे दे के वोट मांगने चलता है, वैसा नेता अभी तक हम लोग नहीं देखे। इतना परेशानी हम लोग क्या बता सकते हैं, न किसी के सामने कोई हम लोग को सुनने वाला भी नहीं है। പരിപ്പ് വിലക്കയറ്റം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലും ചൂടുപിടിക്കുകയാണ്. വില പിടിച്ചു നിർത്താനുള്ള കേന്ദ്ര സർക്കാർ ഫണ്ട് വിനിയോഗിക്കാൻ നിതീഷ് സർക്കാർ തയ്യാറായിട്ടില്ലെന്നാണ് സംസ്ഥാനത്ത് കേന്ദ്രീകരിക്കുന്ന കൃഷിമന്ത്രി രാധാമോഹൻ സിംഗിന്റെയും ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാന്റെയും ആരോപണം. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും പരിപ്പിന് പൊള്ളും വിലയാണെന്ന് നിതീഷ് തിരിച്ചടിക്കുന്നു. വിലക്കയറ്റം തടയാനായില്ലെങ്കിൽ അവശേഷിക്കുന്ന ഘട്ടങ്ങളിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഘടകകക്ഷികൾ തന്നെ BJPക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉള്ളിയുടെ തീവിലയാണ് ഒരിക്കൽ ദില്ലിയിൽ BJP സർക്കാരിനെ വീഴ്ത്തിയത്. സമാനമായ രീതിയിൽ പരിപ്പ് വിലക്കയറ്റം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതാകില്ല. പട്നയിലെ മീഠാപൂർ മാർക്കറ്റിൽ നിന്നും ക്യാമറാമാൻ ഫൈസൽ നിൽക്കുന്നതോടൊപ്പം M ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.